പരിശുദ്ധ ഗീവർഗീസ് സഹിതയുടെ ചൈതന്യം കുടികൊള്ളുന്ന ദേവാലയത്തിനകത്തളത്തിലാണല്ലോ നമ്മളൊക്കെ ആയിരിക്കുന്നത്. ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നൊമ്പരങ്ങളില്ലാത്ത മനുഷ്യനില്ല, വേദനകളില്ലാത്ത മനുഷ്യനില്ല, പ്രയാസങ്ങളും ആകുലതകളും വ്യാകുലതകളും രോഗങ്ങളും ഇല്ലാത്ത മനുഷ്യനില്ല. ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ദൈവം ഏറെ അധികമായി തരുമ്പോൾ ദൈവത്തെ ഏറെ അറിയുവാനും ദൈവത്തെ ഏറെ സ്നേഹിക്കുവാനും ദൈവത്തെ കൂടുതൽ അറിഞ്ഞ് ദൈവസന്നിധിയിൽ കൂടുതൽ ചേർന്ന് നിൽക്കുവാനുമുള്ള ആ വലിയ വലിയ നിമിഷങ്ങളാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകുവാൻ തക്കവണ്ണം ഇടയാകരുത്. വിളിച്ചാൽ വിളിപ്പുറത്ത് വരുന്ന സഹതായുടെ മാധ്യസ്ഥം. ഞാനിപ്പോൾ ശുശ്രൂഷിക്കുന്ന കരിപ്പുഴ സെന്റ് ജോർജ് ഓർത്തഡോക്സ് ദേവാലയം സഹതായുടെ മധ്യസ്ഥതയാണ്. നാനാജാതി മതസ്ഥരാണ് അവിടെ ആ ദേവാലയത്തിൽ സഹതായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് വരുന്നത്. അതേപോലെ അനേകം സഹോദരന്മാർ, സഹോദരിമാർ, കുഞ്ഞുങ്ങളൊക്കെ പരിശുദ്ധ സഹതായുടെ മധ്യസ്ഥതയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് പുതുപ്പള്ളി ദേവാലയത്തിലേക്ക് കടന്നു വരാറുണ്ടല്ലോ. തീർച്ചയായിട്ടും ഇന്നീ പകൽ ദൈവം തമ്പുരാൻ നമുക്ക് തന്നിരിക്കുന്നത്, ഇന്നീ പകൽ നമ്മൾ ആയിരിക്കുന്നത്, നമ്മുടെ കണ്ണുനീരുകളും നമ്മുടെ നെടുവീർപ്പുകളും നമ്മുടെ നൊമ്പരങ്ങളും നമ്മുടെ ആകുലതകളും വ്യാകുലതകളും ഒക്കെ ഈ സഹതായുടെ മധ്യസ്ഥതയിൽ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ, പ്രാർത്ഥിക്കണമേ എന്നുള്ള പ്രാർത്ഥന മന്ത്രങ്ങൾ ഉരവിട്ടുകൊണ്ടാണല്ലോ. നിങ്ങൾ തീർച്ചയായിട്ടും സഹതായുടെ മധ്യസ്ഥയിൽ അഭയം പ്രാപിച്ചുകൊണ്ട് നിങ്ങൾ വാവിട്ട് കരഞ്ഞോ? നിങ്ങൾ നെടുവീർപ്പോടെ നൊമ്പരത്തോടെ സഹതായുടെ സന്നിധിയിൽ നിങ്ങൾ പ്രാർത്ഥനകൾ സമർപ്പിച്ചോ? അത് ഒരു യാഥാർത്ഥ്യമായ സത്യം തന്നെയാണ്. സഹതാ നിങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത അണയ്ക്കും. നിങ്ങളുടെ കണ്ണുനീരിനെ കണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താണോ അത് എന്തു തന്നെയായാലും, ഏത് പ്രയാസമായാലും, ഏത് നൊമ്പരമായാലും, ഏത് രോഗമായാലും, ഏത് വേദനയായാലും അത് നമ്മൾ പൂർണ്ണമായും വിജയം പ്രാപിക്കും. ആ പ്രാർത്ഥന സഹതായുടെ മധ്യസ്ഥതയിൽ ദൈവസന്നിധിയിൽ എത്തുമെന്നുള്ളത് അത് അച്ചിട്ട കാര്യം തന്നെയാണ്. അതുകൊണ്ട് ഇന്ന് നിങ്ങൾ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദേവാലയത്തിൽ ദൈവത്തോട് ചേർന്ന് തൻ്റെ ജീവിത പശ്ചാത്തലത്തെ ചേർത്ത് വെച്ച ചില പ്രതിസന്ധികളിലൂടെ കടന്നുപോയ ഒരമ്മയെ നമുക്കിന്ന് പകൽക്കാലം നമുക്ക് പരിചയമുള്ള ഒരമ്മയാണ്. എങ്കിലും ആ അമ്മയുടെ ജീവിത യാഥാർത്ഥ്യങ്ങളിലൂടെ നമുക്ക് ഇന്ന് ഈ അല്പസമയം നമുക്ക് സഞ്ചരിക്കാം. നിങ്ങൾക്കൊക്കെ പരിചയമുള്ള ഒരമ്മയാണ്. ശമൂവേൽ പ്രവാചകന്റെ 1-ാം പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളിലും എന്നാൽ ബാക്കിയുള്ള വാക്യങ്ങളുമൊക്കെ വളരെ വ്യക്തമായിട്ട് പറയുന്ന ഒരമ്മ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ആരെയാണ്. അന്ന അല്ലേ? അന്ന. അന്ന എന്ന വാക്കിന്റെ അർത്ഥം ഗ്രേഷ്യസ്, പ്രകാശം, സൗമ്യത എന്നുള്ളതൊക്കെയാണ്. അന്നയുടെ ജീവിത പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ ഇത്രയേറെ ജീവിത യാഥാർത്ഥ്യത്തിൽ പ്രതിസന്ധിയിലെ നടുവിലൂടെ കടന്നുപോയ ഒരമ്മ വേറെയില്ല. എൽക്കാന വിവാഹം കഴിക്കുന്ന 2 സ്ത്രീകളിൽ ഹന്നയ്ക്ക് കുഞ്ഞുങ്ങളില്ലാതെ വരുമ്പോൾ ദൈവസന്നിധിയിൽ ഏറെ കണ്ണുനീരോടെ തൻ്റെ പ്രാർത്ഥനകൾ വിശ്വാസപൂർവ്വം സമർപ്പിക്കുന്ന ഒരമ്മയാണ് ആര്? അന്ന. അവൾ തൻ്റെ ജീവിതയാത്രയിൽ അല്ലെങ്കിൽ തൻ്റെ പ്രതിസന്ധിയുടെ ഘട്ടങ്ങളിലൊക്കെ തൻ്റെ ജീവിതത്തിൽ താൻ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ ചേർന്ന് നിന്ന് കണ്ണുനീരൊഴുക്കി ആ കണ്ണുനീരിനെ തൻ്റെ ഓരോ പ്രാർത്ഥനകളായി, ഓരോ നിമിഷങ്ങളും ഓരോ പ്രാർത്ഥനകളായി തൻ്റെ ആവശ്യം നേടിയെടുക്കുന്നത് വരെ ദൈവസന്നിധിയിൽ പൂർണ്ണ സമർപ്പണത്തോടെ ജീവിച്ച ഒരു സ്ത്രീത്വമായിരുന്നു അന്ന. ഒന്നാമതായി അന്നയോട് അല്ലെങ്കിൽ അന്നയുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മടുത്തുപോകാതെ പ്രാർത്ഥിച്ച ഒരമ്മ. മടുത്തുപോകാതെ പ്രാർത്ഥിച്ച ഒരമ്മ.
അതായിരുന്നു അന്നയുടെ ജീവിത പശ്ചാത്തലം. ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു: അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. അവൾ മനോവ്യസനത്തോടെ യഹോവയോട് പ്രാർത്ഥിച്ചു. അവൾ ഈ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലൂടെയൊക്കെ പോകുമ്പോൾ തീർച്ചയായിട്ടും അവളുടെ മുന്നിലുള്ള ഒരു ചോദ്യമായിരുന്നു അവൾക്ക് സന്താനമില്ല എന്നുള്ളത്. അവിടെ മുന്നിൽ പ്രത്യേകിച്ച് പൊതുസമൂഹത്തോട് ബന്ധപ്പെട്ട് നിന്നപ്പോൾ ആ അമ്മ നേരിട്ട ഒരു ചോദ്യമായിരുന്നു, നിനക്ക് സന്താനമില്ല എന്നുള്ളത്. പക്ഷേ അവിടെയൊക്കെ ഈ അമ്മ പതറാതെ, ഈ അമ്മ ദൈവസന്നിധിയിൽ തളരാതെ, മടുത്തു പോകാതെ, ദൈവസന്നിധിയിൽ വളരെ വളരെ മടുത്തു പോകാതെ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരമ്മയായിരുന്നു. അന്നയുടെ ജീവിത പശ്ചാത്തലം പരിശോധിക്കുമ്പോൾ നമുക്കതാണ് കാണുവാൻ സാധിക്കുന്നത്. കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ അമ്മ കരയുകയാണ്. ആ അമ്മയുടെ കണ്ണുനീരിനെ ദൈവം മാനിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ആ അമ്മയുടെ ജീവിത പശ്ചാത്തലത്തിൽ തളരാതെ, ദൈവസന്നിധിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുമ്പോൾ ആ അമ്മയുടെ ജീവിത പശ്ചാത്തലത്തിൽ ദൈവം ഇടപെട്ട് ആ അമ്മ ആഗ്രഹിക്കുന്ന കാര്യം ജീവിതത്തിൽ നിവർത്തിച്ചു കാണുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം നമ്മൾക്കും കഴിയണം. നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ നൊമ്പരങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ വേദനകളുണ്ട്. മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാത്ത അനേകം വേദനകൾ നെഞ്ചിന്റെ നെരുപ്പോടിൽ നിന്ന് പുകയുമ്പോൾ അതൊക്കെ മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധ്യമാക്കണം. ഉൽപ്പത്തി പുസ്തകത്തിന്റെ 12-ാം അധ്യായത്തിന്റെ താളുകളൊക്കെ നമ്മൾ ചിന്തിച്ചു പോകുമ്പോൾ അവിടെ അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ച് വലിയവനാക്കി തീർക്കുന്ന, അല്ലെങ്കിൽ വിശ്വാസികളുടെ പിതാവാക്കി തീർക്കുന്ന വലിയ ആ ഒരു ദൈവം തമ്പുരാന്റെ വലിയൊരു അനുഗ്രഹം നമുക്കവിടെ കാണുവാൻ സാധിക്കും. വലിയവനാക്കി തീർക്കുന്ന, വിശ്വാസികളുടെ പിതാവാക്കി തീർക്കുന്ന അബ്രഹാമിന്റെ ജീവിത പശ്ചാത്തലം. ഇതേപോലെ പ്രതിസന്ധി അനുഭവിച്ച ഒരു മനുഷ്യൻ വേറെയില്ലല്ലോ. തനിക്ക് കുഞ്ഞുങ്ങളില്ലായിട്ടും കുഞ്ഞുങ്ങളുണ്ടായ തന്റെ ഏകജാതന പുത്രനെ ദൈവത്തിന്റെ അരുളപ്പാട് പ്രകാരം യാഗമായി സമർപ്പിക്കണം എന്ന് പറയുമ്പോൾ ഒരു പിറുപിറുപ്പോ, ദൈവസന്നിധിയിൽ ഒരു വാക്കുപോലും പിറുപിറുക്കാതെ തന്റെ ഏകജാതനായ പുത്രനെയും കൂട്ടി യാഗമർപ്പിക്കുവാൻ പോകുന്ന ഒരു പിതാവിന്റെ മനസ്സ്, മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ തന്നെ ഏൽപ്പിക്കപ്പെട്ട ഉത്തരവാദിത്വത്തെ ദൈവസന്നിധിയിൽ ഒരു പിറുപിറുക്ക് പോലും ഇല്ലാതെ ആ കുഞ്ഞിനെ ദൈവത്തിന് വേണ്ടി യാഗമർപ്പിക്കുവാൻ വേണ്ടി അബ്രഹാം യാത്രയാകുന്ന വലിയൊരു കാഴ്ച. അതാണ് ദൈവം കാണുന്നത്. അതാണ് ദൈവം കാണുന്നത്. പുതിയ നിയമ പശ്ചാത്തലത്തിൽ വരുമ്പോഴും യേശുദമ്പുരാന്റെ കരങ്ങളൊക്കെ പ്രവർത്തിക്കുന്നത് പിറുപിറുക്കോ മടുത്തു പോകാതെയോ പ്രാർത്ഥിക്കുന്ന ഈ ലോകത്താൽ തള്ളപ്പെട്ട അനേകരുടെ ജീവിത പശ്ചാത്തലത്തിലാണല്ലോ. കൂനിയായ സ്ത്രീയുടെ കൂന് നിവർത്തിക്കുന്നത്. യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമെന്നുള്ള ആ കുരുടന്റെ നിലവിളി, ഇവിടെയൊക്കെ ദൈവം ഇടപെടുന്നത് മടുത്തു പോകാതെയുള്ള പ്രാർത്ഥനയുടെ നിമിഷങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ചില നൊമ്പരങ്ങൾ ഉണ്ടാകുമ്പോൾ, ചില വേദനകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ പലപ്പോഴെങ്കിലും മടുത്തു പോകുന്ന അവസ്ഥകൾ നമുക്ക് കാണുവാൻ സാധിക്കും. നീ മടുത്തു പോകാതെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ നിന്റെ പ്രാർത്ഥനകൾ നീ സമർപ്പിക്കുവാൻ തക്കോണം സാധ്യമാകണം. അബ്രഹാമിന്റെ ജീവിത പശ്ചാത്തലത്തിലും അതാണ് കണ്ടത്. അന്നയുടെ ജീവിത പശ്ചാത്തലത്തിലും അതാണ് കണ്ടത്. അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുടെ നടുവിലൂടെ കടന്നുപോയപ്പോഴൊക്കെ അവര് പതറാതെ, മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന വലിയൊരു യാഥാർത്ഥ്യത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. രോഗങ്ങൾ വരട്ടെ, പ്രതിസന്ധികൾ വരട്ടെ, നൊമ്പരങ്ങൾ വരട്ടെ, വേദനകൾ വരട്ടെ, ദൈവസന്നിധിയിൽ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ തക്കോണം സാധ്യമാകണം. എൻ്റെ അനുഭവത്തിൽ ഈ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിച്ച 15 വർഷമായി കുഞ്ഞുങ്ങളില്ലായിരുന്ന ഒരു ദമ്പതിമാരെ എനിക്കറിയാം. അവര് വർഷങ്ങളായി വെള്ളിയാഴ്ചകളിൽ ഇവിടെ നേർച്ച നേർന്ന് ഇവിടെ ധ്യാനയോഗങ്ങളിലും
ഈ ദേവാലയത്തിലെ ആരാധനകളിലുമൊക്കെ സംബന്ധിച്ച് 15 വർഷമായി കുഞ്ഞുങ്ങൾ ഇല്ലായിരുന്ന ദമ്പതിമാർക്ക് ദൈവം പരിശുദ്ധ സഹദായുടെ മധ്യസ്ഥതയാൽ ഒരു കുഞ്ഞിനെ കൊടുത്ത വലിയ സാക്ഷ്യം എൻ്റെ ജീവിതത്തിൽ നിന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് പറഞ്ഞത്, ആ 15 വർഷവും അവർ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. ആ 15 വർഷവും അവര് സഹദായുടെ മധ്യസ്ഥതയിൽ അഭയപ്പെട്ടുകൊണ്ട് മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. വൈദ്യശാസ്ത്രം പോലും അവരുടെ ജീവിതത്തിൽ വിധി എഴുതിയതാണ്, കുഞ്ഞുങ്ങൾ ഉണ്ടാകുകയില്ല എന്ന്. ആ വൈദ്യശാസ്ത്രം പോലും വിധി എഴുതിയെടുത്ത് അവർ ദൈവത്തിന്റെ കരവിരുന്ന്, ദൈവത്തിന്റെ കൈ അവരുടെ ജീവിതത്തിൽ സ്പർശിച്ചപ്പോൾ അവർ ആഗ്രഹിച്ച പോലെ ഒരു കുഞ്ഞിനെ അവർക്ക് ലഭിച്ചു. അവരിപ്പോഴും ഈ ദേവാലയത്തിൽ നേർച്ച കാഴ്ചകളോടെ വന്നു പോകുന്നുണ്ട്. തീർച്ചയായിട്ടും മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ തക്കോണം സാധ്യമാകണം. ഇന്ന് ഈ പകൽ നിങ്ങൾ ഈ ദേവാലയത്തിൽ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ മടുത്തു പോകാതെ പ്രാർത്ഥിക്കുന്നവരായി തീരുവാൻ തക്കോണം സാധ്യമാകണം. നിങ്ങളുടെ കണ്ണുനീരുകൾ, നിങ്ങളുടെ നൊമ്പരങ്ങൾ, നിങ്ങളുടെ ആകുലതകൾ, നിങ്ങളുടെ വ്യാകുലതകളൊക്കെ, രോഗങ്ങളൊക്കെ, പ്രതിസന്ധികളൊക്കെ മടുത്തു പോകാതെ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കോണം സാധ്യമാകണം. അതുകൊണ്ട് തന്നെയാണ് അന്നയെക്കുറിച്ച് പറയുന്നത്, അവൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. അവൾ മടുത്തു പോകാതെ പ്രാർത്ഥിച്ചു. രണ്ടാമതായി അന്നയുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്, അന്ന ദേവാലയത്തിൽ നിന്ന് വിട്ടുമാറാതെ പ്രാർത്ഥിച്ചു. ആലയത്തിൽ നിന്ന് വിട്ടുമാറാതെ പ്രാർത്ഥിച്ചു. 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 16-ാം വാക്യത്തിൽ പറയുന്നുണ്ട്. വായിക്കാമോ? അവൾ ദേവാലയത്തിന്റെ അകത്തളത്തിൽ അവളുടെ പ്രാർത്ഥന എന്താണോ, ആ പ്രാർത്ഥന ദേവാലയത്തിന്റെ അകത്തളത്തിൽ നിന്ന് വിട്ടുമാറാതെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ അന്ന പ്രാർത്ഥിച്ചു. നമ്മളിപ്പോൾ ഇരിക്കുന്നത് ദേവാലയത്തിലാണല്ലോ. ഞാൻ പറയും, മറ്റെവിടെ ഇരിക്കുന്നതിനേക്കാളേറെ നല്ലത് ദേവാലയത്തിന്റെ അകത്തളത്തിൽ വന്ന് ഇരിക്കാനാണ്. മറ്റെവിടെ ഇരിക്കുന്നതിനേക്കാളും ഏറെ നല്ലത് ദേവാലയത്തിനകത്തളത്തിൽ വന്നിരിക്കണം. ഈ ദേവാലയത്തിനൊരു സുഗതമുണ്ട്, ഈ ദേവാലയത്തിന് ഒരു കുളിർമയുണ്ട്. ഈ ദേവാലയത്തിൽ അനേകം കണ്ണുനീരുകളുടെ നീർച്ചാലുകൾ ഒഴുകുന്ന വലിയ സുഗന്ധദ്രവ്യ കൂട്ടുകളുടെ ഒരു വലിയൊരു അനുഭവം ഈ ദേവാലയത്തിലുണ്ട്. നിങ്ങൾ ഇനി പകൽക്കാലം ഈ ദേവാലയത്തിൽ ഇരുന്ന് കരയുമ്പോൾ ആ വലിയൊരു കണ്ണുനീരിന്റെ നേർച്ച അനുഭവം ഈ ദേവാലയത്തിന്റെ അകത്തളത്തിൽ നിങ്ങൾ സമർപ്പിച്ചിട്ടാണ് പോകുന്നത്. അനേകരുടെ കണ്ണുനീരാണ്. പ്രത്യേകിച്ച് ഈ പുതുപ്പള്ളി പോലുള്ള ദേവാലയത്തിൽ അനേകർ ഈ ദേവാലയത്തിൽ വന്ന് അനേകം അവരുടെ വിഷയങ്ങളുമായി ഈ ദേവാലയത്തിൽ കണ്ണുനീർ വാർക്കുമ്പോൾ ആലയത്തോട് ചേർന്ന് നിന്ന് നീ നിന്റെ പ്രാർത്ഥനാനുഭവത്തെ നിർവഹിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. നീ നിന്റെ പ്രാർത്ഥനാനുഭവത്തെ നിന്റെ ദേവാലയത്തോട് ചേർന്ന് നിന്ന് നീ നിന്റെ അനുഭവങ്ങളെ, പ്രാർത്ഥന അനുഭവങ്ങളെ പങ്കുവെക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. പലരൊക്കെ ചോദിക്കുന്നുണ്ട്, എന്തിനാണ് പള്ളി? എന്തിനാണ് പള്ളിയിൽ പോകുന്നത്? എന്തിനാണ് ദേവാലയത്തിൽ പോകുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഈ ദേവാലയത്തിൽ നീ നിന്റെ കണ്ണുനീരുകളെ, നീർച്ചാല് പോലെ ഒഴുകുന്ന തുരുത്തിയിൽ കൂട്ടിവെക്കുന്ന നിന്റെ കണ്ണുനീരിന്റെ അനുഭവങ്ങളെ നിറച്ചു വെച്ച് ദൈവസന്നിധിയിൽ നിന്റെ പ്രാർത്ഥനകൾ സമർപ്പിക്കുവാനുള്ള വലിയൊരു ഇടമാണ് ദേവാലയം. അന്ന ദേവാലയത്തിന്റെ അകത്തളത്തിൽ ഇരുന്ന് കരയുമ്പോൾ ആ ദേവാലയത്തിലെ പുരോഹിതൻ പോലും അടുത്തു ചെന്ന് അന്നയോട് ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ, നീ ദേവാലയത്തിൽ ഇരുന്ന് ഇങ്ങനെ നിലവിളിക്കുന്നത് എന്തിന്? നീ ദേവാലയത്തിൽ ഇരുന്ന് ഇങ്ങനെ നിലവിളിക്കുന്നത് എന്തിന് എന്ന് ആ ദേവാലയത്തിലെ പുരോഹിതൻ പോലും അന്നയോട് ചോദിക്കുന്നുണ്ട്. അവിടെയൊക്കെ അവളുടെ പ്രാർത്ഥനകൾ അവൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. അവളുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുകയാണ്. നീ ആരാധനയിൽ നിന്റെ കണ്ണുനീരൊഴുക്കുവാൻ തക്കോണം സാധ്യമാകണം. നീ ദേവാലയത്തിൽ നീ വിശുദ്ധമാകുന്ന കുർബാനയിൽ സംബന്ധിക്കുമ്പോൾ, അല്ലെങ്കിൽ ദേവാലയത്തിൽ നീ പ്രാർത്ഥനയിൽ സംബന്ധിക്കുമ്പോൾ നിന്റെ കണ്ണുനീരുകൾ ഈ ദേവാലയത്തിന്റെ അകത്തളത്തിൽ ഒഴുകുവാൻ തക്കോണം സാധ്യമാകണം.
അവിടെയാണ് നിനക്ക് ദേവാലയത്തോട് കൂടുതൽ അടുപ്പമുണ്ടാകുവാൻ തക്കോണം സാധ്യമാകുന്നത്. ഈ ദേവാലയത്തോട് മാത്രമല്ല, ദേവാലയത്തോട് ചേർന്നുള്ള ബലിപീഠത്തോടും അതിലർപ്പിക്കുന്ന ബലിയോടും അതിലർപ്പിക്കുന്ന ഓരോ ബലികളോടും നീ ചേർന്ന് നിന്ന് കണ്ണുനീരൊഴുക്കുമ്പോഴാണ് നിന്റെ ജീവിതത്തിൽ ആലയത്തോട് ചേർന്ന് നിന്നുള്ള നിന്റെ ജീവിത യാഥാർത്ഥ്യം അല്ലെങ്കിൽ ആ ജീവിത സത്യം സാധ്യമാകുന്നത്. നീ ആലയത്തിൽ നിന്ന് വിട്ടുമാറുവാൻ തക്കോണം സാധ്യമാകരുത്. അന്ന തൻ്റെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് ആ ദേവാലയത്തിന്റെ അകത്തളത്തിൽ നിന്നുകൊണ്ട് കണ്ണുനീരൊഴുക്കി ദൈവം തന്നിൽ തൻ്റെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നത് വരെ അവൾ ആ ദേവാലയത്തിന്റെ അകത്തളത്തിൽ നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. എൻ്റെ മാതാപിതാക്കന്മാരെ, സഹോദരങ്ങളെ, ഇന്ന് നിങ്ങളുടെ ജീവിതത്തിൽ പല പല പ്രയാസങ്ങൾ, പല പല നൊമ്പരങ്ങൾ, പല പല ആദികൾ, വ്യാധികൾ, രോഗങ്ങളോടെ ഇന്ന് ഈ ദേവാലയത്തിന്റെ അകത്തളത്തിൽ നിന്ന് നിങ്ങൾ കണ്ണുനീരൊഴുക്കുന്നുവെങ്കിൽ ദൈവമാ കണ്ണുനീരിനെ മാനിക്കും എന്നുള്ള യാഥാർത്ഥ്യത്തെ മറന്നു പോകുവാൻ തക്കവണ്ണം ഇടയാകരുത്. നിർധനയായ വിധവ അവിടെ ആ ചില്ലിക്കാശ് കണ്ണുനീരിന് തുല്യമായി കണ്ണുനീരോട് ചേർത്ത് ദൈവസന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ ആ കണ്ണുനീര് തുള്ളിയെ അല്ലെങ്കിൽ ആ കണ്ണുനീരിന്റെ ദശാംശത്തെ ദൈവം ഏറ്റവും വിലപ്പെട്ടതായി തമ്പുരാൻ കൈക്കൊണ്ടു. അവളോട് പറഞ്ഞു, എല്ലാവരുടെ ഇട്ടതിനേക്കാളും ഏറെ വിലപ്പെട്ട വലിയ നാണയമാണ് നിന്റെ കണ്ണുനീരോട് ചേർന്ന് നീ ദേവാലയത്തിന്റെ ഭണ്ഡാരത്തിൽ ഇട്ടത്. നീ ദൈവസന്നിധിയിൽ സമർപ്പിച്ചത്, ആ ഒരു ഭണ്ഡാരത്തോട് ചേർന്ന് നീ സമർപ്പിച്ചത് നിന്റെ കണ്ണുനീരിന്റെ തുള്ളികളെ ഏറെ വിലപ്പെട്ടതാണ് എന്ന് പറഞ്ഞു തമ്പുരാൻ അവളുടെ ആ ദശാംശത്തെ കൈക്കൊള്ളുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. നിങ്ങളിന്ന് ഈ ദേവാലയത്തിന്റെ അകത്തളത്തിൽ ഇരുന്ന് കരയുന്നുവെങ്കിൽ അത് വെറുതെ അല്ല. നിങ്ങൾ ഈ ദേവാലയത്തിന്റെ അകത്തളത്തിൽ ഇരുന്ന് നിങ്ങളുടെ പ്രയാസങ്ങൾ, നൊമ്പരങ്ങൾ നിങ്ങൾ സമർപ്പിക്കുന്നുവെങ്കിൽ അത് വെറുതെ അല്ല. നിങ്ങളുടെ ജീവിതത്തിൽ അതിന് തക്കതായ ഫലം ദൈവം തരുമെന്നുള്ള ഉറച്ച വിശ്വാസം നിങ്ങൾ ഉണ്ടാകണം. ജീവിതത്തിൽ ദൈവം ഇടപെട്ട് തക്കതായ പ്രതിഫലം ദൈവം തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി നിങ്ങൾ ഈ ദേവാലയത്തിൽ ഇരിക്കുവാൻ തക്കോണം സാധ്യമാകണം. അതിന്റെ 18-ാം വാക്യത്തിൽ അന്ന തന്നെ പറയുന്നുണ്ട്, ദൈവമേ അടിയനിൽ തൃക്കൺ പാർക്കണമേ. ദൈവമേ അടിയനിൽ തൃക്കൺ പാർക്കണമേ. അവള് ഭവനത്തിലേക്ക് പോകുന്നതിന് മുമ്പ് വിശ്വാസത്തോടെ അന്ന ദൈവസന്നിധിയിൽ പറഞ്ഞിട്ട് പോകുകയാണ്, ദൈവമേ അടിയനിൽ തൃക്കൺ പാർക്കണമേ. ഇന്ന് ഈ ദേവാലയത്തിന്റെ അകത്തളത്തിൽ നിന്ന് നിങ്ങൾ നിങ്ങളുടെ ഭവനങ്ങളിലേക്ക് പോകുമ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് പോകുവാൻ തക്കോണം സാധ്യമാകണം, ദൈവമേ നീ എൻ്റെ ജീവിതത്തിൽ ഇടപെട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നീ പരിശുദ്ധ സഹദായുടെ മധ്യസ്ഥതയിൽ എനിക്ക് സാധിക്കുമാറാകുമെന്ന ഉറച്ച വിശ്വാസത്തോടെ ഇന്ന് ഈ ദേവാലയത്തിൽ നിന്ന് പോകുവാൻ തക്കോണം സാധ്യമാക്കണം. നമ്മൾ ദേവാലയത്തിലേക്ക് അടുത്തു വരുന്നവരായി തീരുവാൻ തക്കോണം സാധ്യമാകണം. ദേവാലയത്തോട് ചേർന്ന് നിൽക്കുവാൻ തക്കോണം സാധ്യമാകണം. ദേവാലയത്തോട് അടുത്തു വന്ന് നമ്മുടെ പ്രാർത്ഥനകൾ വിശ്വാസപൂർവം സമർപ്പിക്കുന്നവരായി തീരുവാൻ തക്കോണം സാധ്യമാകണം. അന്നയുടെ ജീവിതത്തിലും അതായിരുന്നു. അന്നയുടെ ജീവിത പശ്ചാത്തലത്തിലും അതായിരുന്നു. അവൾ വിശ്വാസപൂർവമാണ് അവിടെ കണ്ണുനീരുകൾ ദൈവസന്നിധിയിൽ ആലയത്തോട് ചേർന്ന് സമർപ്പിച്ചത്. അവളുടെ ജീവിതത്തിൽ ദൈവം ഇടപെട്ട് അവൾ ആഗ്രഹിക്കുന്നത് തരും എന്നുള്ള ഉറച്ച വിശ്വാസത്തോടു കൂടിയാണ് അവൾ ആലയത്തിന്റെ അകത്തളത്തിൽ ഇരുന്ന് കരയുവാൻ തക്കോണം സാധ്യമാക്കുന്നത്. ഇന്ന് ഈ ആലയത്തിൽ ഇരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പല പ്രയാസങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പല നൊമ്പരങ്ങളുണ്ട്, നമ്മുടെ ജീവിതത്തിൽ പല വേദനകളുണ്ട്. മറ്റുള്ളവരോട് തുറന്നു പറയുവാൻ കഴിയാതെ നെഞ്ചിന്റെ നെരുപ്പോളിലിരുന്ന് വിടയുന്ന അനേകം വേദനകളുണ്ട്. അതൊക്കെ ദൈവസന്നിധിയിൽ നിന്റെ ആലയത്തോട് ചേർന്ന് നിന്ന് സമർപ്പിക്കുവാൻ തക്കോണം സാധ്യമാകണം. ഈ ആലയത്തോട് ചേർന്ന് നിന്ന് സമർപ്പിക്കുവാൻ തക്കോണം സാധ്യമാകണം. അതുകൊണ്ടാണ് നമ്മൾ ആദ്യം പാടിയ പാട്ടിൽ ഇപ്രകാരം പറയുന്നു, നിന്റെ പ്രീതിക്കെതിരായിട്ടുള്ള ദുശ്ചിന്തകളൊക്കെ ഞങ്ങളിൽ നിന്ന് മാറ്റി. നിന്റെ പ്രീതിക്കെതിരായിട്ടുള്ള ദുശ്ചിന്തകളൊക്കെ ഞങ്ങളിൽ നിന്ന് മാറ്റി നിന്റെ കരുണയുടെ വാതിൽ ഞങ്ങൾക്ക് മുന്നിൽ നീ തുറന്നു തരണമേ എന്ന പാടിയത്. ദൈവം തമ്പുരാന്റെ കരുണയുടെ വാതിൽ നമ്മുടെ മുന്നിൽ തുറക്കുവാൻ തക്കോണം സാധ്യമാകണം. അന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചതുപോലെ ആ ആലയത്തിന്റെ അനുഭവത്തിൽ, ദേവാലയത്തിന്റെ അനുഭവത്തിൽ തന്റെ പ്രാർത്ഥനകളെ ദൈവസന്നിധിയിൽ അന്ന സമർപ്പിച്ചതുപോലെ
ഇന്ന് പകൽ സമയത്ത് നമ്മുടെ പ്രാർത്ഥനകൾ, നമ്മുടെ ഓരോ നൊമ്പരങ്ങളും ഈ ആലയത്തോട് ചേർന്ന് നിന്ന് സമർപ്പിക്കുവാൻ തക്കോണം സാധ്യമാകട്ടെ. നീ നിന്റെ ആലയത്തോടുള്ള ഉത്തരവാദിത്തങ്ങൾ മറന്നു പോകരുത്. നീ നിന്റെ ആലയത്തോടുള്ള ധാർമ്മികതയിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ തക്കോണം സാധ്യമാകരുത്. നീ ബലിപീഠത്തോടുള്ള കർത്തവ്യത്തിൽ നിന്ന് മാറുവാൻ തക്കോണം സാധ്യമാകരുത്. നീ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തക്കോണം സാധ്യമാകട്ടെ. നിന്റെ ആലയത്തോട് നിനക്കൊരു അടുപ്പം ഉണ്ടാകുവാൻ തക്കോണം സാധ്യമാകട്ടെ. നിന്റെ ആലയത്തോട് നിനക്കൊരു സ്നേഹമുണ്ടാകുവാൻ തക്കോണം ഇടയാകട്ടെ. നിന്റെ ആലയത്തിന്റെ അകത്തളത്തോട് നിനക്കൊരു പ്രേമമുണ്ടാകുവാൻ തക്കോണം സാധ്യമാകട്ടെ. അവിടെയാണ് നിന്റെ കണ്ണുനീരുകളും നിന്റെ പ്രയാസങ്ങളും നിന്റെ നൊമ്പരങ്ങളും തുരുത്തിയിൽ കരുതി വെക്കുന്ന ആ വലിയ ജീവിതാനുഭവത്തോട് ചേർന്ന് നിനക്ക് സമർപ്പിക്കുവാൻ തക്കോണം സാധ്യമാകുന്നത്. രണ്ടാമതായി ദേവാലയത്തിന്റെ അകത്തളത്തിൽ നിന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചു. മൂന്നാമതായി അന്നയുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് മടുത്തുപോകാതെ പിറുവിറുക്കുകളില്ലാതെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച ഒരമ്മ. തൻ്റെ ജീവിതത്തിൽ നൊമ്പരങ്ങളിലൂടെ കടന്നുപോയിട്ടും പ്രതിസന്ധികളിലൂടെ കടന്നുപോയിട്ടും ഒരു പിറുപിറുക്കളുടെ അനുഭവം അന്നയുടെ ജീവിതത്തിൽ കാണുന്നില്ല. ഒരു പിറുപിറുക്കളുടെ അനുഭവം അന്നയുടെ ജീവിതത്തിൽ കാണുന്നില്ല. ഇന്ന് നമ്മുടെ ജീവിതത്തിൽ രോഗങ്ങൾ വന്നാലും പ്രതിസന്ധികൾ വന്നാലും നൊമ്പരങ്ങൾ വന്നാലും നമ്മൾ ദൈവത്തോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ടല്ലോ, ദൈവമേ എന്തിന് നീ എനിക്ക് ഇത് തന്നു? ദൈവമേ എന്തിന് നീ എനിക്ക് ഇത് തന്നു? ഒരു പിറുപിറുക്കളുടെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കുമല്ലോ. എന്നാൽ അന്നയുടെ ജീവിത പശ്ചാത്തലമൊക്കെ പരിശോധിക്കുമ്പോൾ ഒരു പിറുപിറുക്കളുടെ അനുഭവം അന്നയുടെ ജീവിതത്തിൽ ദൈവത്തോട് ഉള്ളതായി നമുക്ക് കാണുവാൻ സാധിക്കുകയില്ല. നമ്മുടെ ജീവിതത്തിലും ഒരു പിറുപിറുക്കളുടെ അനുഭവം ഉണ്ടാകുവാൻ തക്കവണ്ണം സാധ്യമാകരുത്. ദൈവം നമ്മളെ ഓരോ പ്രതിസന്ധികളിലൂടെ കടന്നു പോകുമ്പോഴും ദൈവം നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മറന്നു പോകുവാൻ തക്കവണ്ണം സാധ്യമാകരുത്. ഒരു പകലുണ്ടെങ്കിൽ അതിനൊരു രാത്രിയുണ്ട്, രാത്രി ഉണ്ടെങ്കിൽ അതിന് വീണ്ടും ഒരു പകലുണ്ട്. ഒരു കയറ്റമുണ്ടെങ്കിൽ ഇറക്കമുണ്ടെങ്കിൽ അതിനൊരു കയറ്റവുമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ചില പ്രതിസന്ധികൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില നൊമ്പരങ്ങൾ വരുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ ചില വേദനകൾ വരുമ്പോൾ, രോഗങ്ങൾ വരുമ്പോൾ ഒരു പിറുപിറുക്കലിന്റെ അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കോണം സാധ്യമാകരുത്. ദൈവം ഇതൊക്കെ പാടെ നീക്കുന്നവനാണ്. ദൈവം ഇതൊക്കെയും പാടെ നീക്കുന്നവനാണ്. പക്ഷേ ചില കാലതാമസങ്ങൾ ഉണ്ടായെന്ന് വരാം, ചില കാലതാമസങ്ങൾ ജീവിതത്തിൽ ഉണ്ടായെന്ന് വരാം. പക്ഷേ ദൈവം നമ്മൾക്ക് തന്നിട്ടുള്ള ചില അനുഭവങ്ങളെ ദൈവം നീക്കുന്നവനാണ് എന്നുള്ള യാഥാർത്ഥ്യം മറന്നുപോകുവാൻ തക്കവണ്ണം സാധ്യമാകരുത്. അന്നയുടെ ജീവിതത്തിലും ഒരു പിറുപിറുക്കലിന്റെ അനുഭവമില്ല. ദൈവസന്നിധിയിൽ തനിക്ക് ഒരു കുഞ്ഞിനെ തരാത്തതിന്റെ പിറുപിറുക്കലിന്റെ അനുഭവമില്ല. പക്ഷേ കണ്ണുനീരോടെ ആ പിറുപിറുക്കലിന്റെ അനുഭവം മാറ്റിവെച്ച അവൾ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന അനുഭവം നമുക്ക് കാണുവാൻ സാധിക്കും. ഞാൻ ഈ കഴിഞ്ഞ ഇടയ്ക്ക് എനിക്ക് പരിചയമുള്ള ഒരു കുടുംബവുമായി ബന്ധപ്പെട്ട് 35 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ, ക്യാൻസർ രോഗമാണ്. അവൻ 2 കുഞ്ഞുങ്ങൾ, 1.5 വയസ്സും 2 വയസ്സുമുള്ള 2 കുഞ്ഞുങ്ങൾ. ക്യാൻസറിന്റെ അനുഭവത്തിലേക്ക് ആ ചെറുപ്പക്കാരൻ വഴുതി വീണു. പരിമല ഹോസ്പിറ്റലിൽ ചെന്നോ ഞാൻ ഈ ചെറുപ്പക്കാരനെ കാണുവാൻ വേണ്ടി ചെന്നപ്പോൾ കുറെ നേരം സംസാരിച്ചു കഴിഞ്ഞ് ഞാൻ ഈ ചെറുപ്പക്കാരനോട് ചോദിച്ചു, നിനക്ക് ഈ രോഗമുണ്ടായതിൽ വേദനയോ പ്രയാസമോ ഒന്നുമില്ലേ എന്ന്? നിന്റെ കുഞ്ഞുങ്ങളുടെ അവസ്ഥയെ ഓർത്ത് നിനക്ക് വേദനയോ പ്രയാസമോ ഒന്നുമില്ലയോ എന്ന്? അപ്പോൾ ഈ ചെറുപ്പക്കാരൻ ഒരു പ്രത്യാശയുടെ അനുഭവത്തിൽ എന്നോട് പറഞ്ഞു, അച്ഛാ, ഈ രോഗം എനിക്ക് ദൈവം തന്നത് ചിലപ്പോൾ എൻ്റെ കുഞ്ഞുങ്ങളുടെ ഭാവി സുരക്ഷിതമായി ദൈവം ചിലപ്പോൾ
കാത്തു സൂക്ഷിക്കുവാൻ വേണ്ടി ആയിരിക്കും. എനിക്ക് ഒരു പിറുപിറുക്കലിൻ്റെയോ ഒരു നൊമ്പരത്തിൻ്റെ അനുഭവം ഒന്നുമില്ല അച്ഛാ. ദൈവം എന്നെ ഏറെ സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് ഞാൻ ഇപ്പോഴാണ്. എൻ്റെ ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കിയത് ഞാൻ ഇപ്പോഴാണ്. ചില മനുഷ്യർ ഇങ്ങനെയാണ്. ചില വെറുപെറുക്കലിൻ്റെയും ചില നൊമ്പരപ്പാടിൻ്റെയും ചില വേദനകളുടെ അനുഭവത്തിലൂടെയൊക്കെ നമ്മൾ കടന്നു പോകുമ്പോൾ ദൈവം ഇങ്ങനെയുള്ള ചില സ്നേഹവാത്സല്യങ്ങൾ, ചില സ്നേഹത്തിൻ്റെ മുറിപ്പാടുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് തന്ന് നമ്മളെ സ്നേഹിക്കാറുണ്ട്. ദൈവം നമ്മളെ തള്ളിക്കളയാതെ ചേർത്ത് പിടിക്കാറുണ്ട്. അത് ദൈവത്തിൻ്റെ ചില സ്നേഹവാത്സല്യങ്ങൾ നമ്മളിൽ കൂടുമ്പോഴാണ്. ഇന്ന് ഈ ദേവാലയത്തിൻ്റെ അകത്തളത്തിൽ അനേകം പ്രതിസന്ധികളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകുന്നവരുണ്ട്. അങ്ങനെ കടന്നു വന്നിട്ടുള്ളവരുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളൊരിക്കലും പതറരുത്. നിങ്ങളൊരിക്കലും തളർന്നു പോകുവാൻ തക്കോണം സാധ്യമാകരുത്. നിങ്ങൾ ദൈവത്തോട് ഒരു പിറുപിറുക്കലിന്റെ അനുഭവം ഉണ്ടാകുവാൻ തക്കോണം സാധ്യമാകരുത്. വഴിയരികെ ആരും കാണാതെ ഇരുന്ന ആ അന്ധനായ മനുഷ്യനെ ദൈവം കണ്ടിട്ട്, യേശുവേ ദാവീദ് പുത്ര, എന്നോട് കരുണ തോന്നണമേ എന്ന് അന്ധൻ നിലവിളിച്ച് കണ്ണുനീരോടെ പ്രാർത്ഥിച്ചപ്പോൾ അവന്റെ കണ്ണുനീരിനെ മാനിച്ച് അവനെ ഈ സമൂഹം തള്ളിയപ്പോൾ ചേർത്തു പിടിച്ചവനായ ഒരു തമ്പുരാന്റെ കരം നമ്മളോട് കൂടെയുണ്ട്. കുഷ്ഠരോഗി, കുഷ്ഠം നിറഞ്ഞു അവനെ പൊതുസമൂഹം പുറത്താക്കി, പാളയത്തിന് പുറത്താക്കി അവനെ പൊതുസമൂഹം പുറത്തേക്ക് തള്ളിയപ്പോൾ അവിടെയൊക്കെ തള്ളാതെ ആ കുഷ്ഠരോഗത്തോട് ചേർത്ത് പിടിച്ച അവന് സൗഖ്യം നൽകിയ ഒരു ദൈവം നമ്മളോട് കൂടെയുണ്ട്. എങ്കിൽ ഈ പകൽ സമയത്ത്, അല്ലെങ്കിൽ ഇന്ന്, അല്ലെങ്കിൽ മുമ്പോട്ടുള്ള ജീവിതയാത്രയിൽ നമ്മൾ കരയുന്നത് എന്തിന്? നമ്മൾ പതറുന്നത് എന്തിന്? നമ്മൾ വേദനിക്കുന്നത് എന്തിന്? ഒരു പിറുപിറുക്കലിന്റെ അനുഭവമില്ലാതെ നമ്മുടെ ജീവിതത്തെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കോണം സാധ്യമാകണം. അന്നയുടെ ജീവിത പശ്ചാത്തലത്തിലും നമുക്ക് അതാണ് കാണുവാൻ സാധിക്കുന്നത്. അവൾ ഒരു പിറുപിറുക്കലിന്റെ അനുഭവമില്ലാതെ തൻ്റെ ജീവിതത്തെ മുന്നോട്ട് ക്രമീകരിക്കുന്നതായി നമുക്ക് കാണുവാൻ സാധിക്കും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നിന്മനമിളകാതെ നിന്മനം ബദറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. നിന്മനമിളകാതെ നിന്മനം ബദറാതെ നിന്നോടു കൂടെയെന്നും ഞാനുണ്ട് അന്ത്യം വരെ. കണ്ണുനീർ താഴ്വരയിൽ ഞാനേറ്റം വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനൻ കാര്യം നടത്തിത്തരും. കണ്ണുനീരിൻ്റെ താഴ്വരയിൽ ഞാൻ ഏറ്റമായി വലഞ്ഞിടുമ്പോൾ കണ്ണുനീർ വാർത്തവനായൊരു ദൈവം എന്നോട് കൂടെയുണ്ട്. എന്തിനാണ് എൻ്റെ മനമിളകുന്നത്? എന്തിനാണ് ഞാൻ ജീവിതയാത്രയിൽ പതറുന്നത്? ഞാൻ എന്തിനാണ് എൻ്റെ ജീവിതയാത്രയിൽ ഒറ്റപ്പെട്ടുപോയി എന്ന് ചിന്തിക്കുന്നത്? എന്നെ കാക്കുന്നവനായ ഒരു ദൈവം എന്നോട് കൂടെയുണ്ട്. ഒരു കഥ ഇപ്രകാരം പറയുന്നു. ജന്മനാ മുടന്തനായ ഒരാട്ടിൻകുട്ടി
ആ ആട്ടിടയൻ ബലിയാടുകളുടെ കൂട്ടത്തിൽ നിന്നും ഈ മുടന്തനായ ആട്ടിൻകുട്ടിയെ ദൂരത്തേക്ക് മാറ്റി നിർത്തുന്നു. വളരെ മനോവിഷമത്തോടുകൂടി ഈ ആട്ടിൻകുട്ടി തൻ്റെ ജീവിതയാത്ര മുന്നോട്ട് നയിക്കുകയാണ്. അവന് വേദനയുണ്ട്. ബലിയാടുകളുടെ കൂട്ടത്തിൽ നിന്നോ തൻ്റെ ആട്ടിടയൻ പോലും തന്നെ മാറ്റി നിർത്തുന്നു. അവനൊരു ദിവസം വളരെ വിഷമത്തോടുകൂടി ദേവാലയത്തിലേക്ക് ചെന്ന് പുരോഹിതനോട് തൻ്റെ സങ്കടങ്ങൾ ബോധിപ്പിക്കുവാൻ വേണ്ടി ദേവാലയത്തിലേക്ക് ചെല്ലുമ്പോൾ, ദേവാലയത്തിൽ ചെല്ലുന്നതിന് മുമ്പേ അവിടെ ആ വഴിയിൽ അവനെ തടഞ്ഞിട്ട് ആ ദേവാലയത്തിന്റെ ചുമതലക്കാരൻ പറയുകയാണ്, നീ മുടന്തനായ ആട്ടുംകുട്ടിയായോണ്ട് നിനക്ക് ഈ ദേവാലയത്തിലെ ബലിയാടുകളുടെ കൂട്ടത്തിൽ പോലും നിന്നെ ചേർക്കുവാൻ സാധ്യമാകുകയില്ല എന്ന്. അവൻ വളരെ പ്രയാസത്തോടുകൂടി ദേവാലയത്തിന്റെ പടി ഇറങ്ങി, നൊമ്പരത്തോടെ ദേവാലയത്തിന്റെ പടി ഇറങ്ങി താഴേക്ക് ചെല്ലുമ്പോൾ ദൂരെ നിന്ന് ഒരു മനുഷ്യൻ ഓടി വരികയാണ്. ആ ദൂരെ നിന്ന് ഓടി വരുന്ന മനുഷ്യൻ ഈ മുടന്തനായ ആട്ടിൻകുട്ടിയെ എടുത്തുകൊണ്ട് അവന്റെ മൂർധാവിൽ ചുംബിച്ചിട്ട് ഇപ്രകാരം പറയുന്നു, ആരൊക്കെ തള്ളിയാലും നിന്നെ എനിക്ക് വേണം. ആരൊക്കെ തള്ളിയാലും നിന്നെ എനിക്ക് വേണം. നിന്റെ മുടന്ത് എനിക്കൊരു പ്രശ്നമല്ല. ആരൊക്കെ തള്ളിയാലും നിന്നെ എനിക്ക് വേണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൂരെ നിന്ന് ഓടി വന്ന മനുഷ്യൻ ഈ മുടന്തനായ ആട്ടിൻകുട്ടിയെ തൻ്റെ കൈകളിലെടുത്ത് അതിൻ്റെ മൂർധാവിൽ ചുംബിച്ച് അതിനെ കെട്ടിപ്പിടിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മുടന്തനായിക്കോട്ടെ, നമ്മുടെ ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ വൈകല്യങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ ഉണ്ടായിക്കൊള്ളട്ടെ, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ വേദനകൾ ഉണ്ടായിക്കൊള്ളട്ടെ, ആരൊക്കെ തള്ളിയാലും നിന്നെ തള്ളാത്തവനായ ഒരു ദൈവം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. ആരൊക്കെ തള്ളിയാലും തള്ളാത്തവനായ ഒരു ദൈവം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. അത് നീ കാത്തിരിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കണമെങ്കിൽ ഒരു പിറുപിറുക്കലിന്റെ അനുഭവം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ തക്കവണ്ണം സാധ്യമാകരുത്. വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ ഉറച്ചു പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. അന്നയുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നതും അതുകൊണ്ട് തന്നെയാണ്. എൽക്കാന 2 വിവാഹം കഴിക്കുന്നു. എന്നാൽ മറ്റവൾക്ക് 2 കുഞ്ഞുങ്ങളുണ്ടാകുമ്പോൾ ഈ അന്ന ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ കരഞ്ഞു പ്രാർത്ഥിക്കുന്നതല്ലാതെ ഒരു പിറുപിറുക്കലിന്റെ അനുഭവം അന്നയുടെ ജീവിതത്തിൽ കാണുവാൻ തക്കവണ്ണം സാധ്യമാകുന്നില്ല. നമ്മുടെ ജീവിതത്തിലും ഒരു പിറുപിറുക്കലിന്റെ അനുഭവം ഉണ്ടാകാതെ ഇരിക്കുവാൻ തക്കവണ്ണം സാധ്യമാകട്ടെ. അന്നയുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നോ 4-മതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത് പ്രാർത്ഥനയിൽ മുഖം വാടാത്ത ഒരമ്മയെ കാണുവാൻ സാധിക്കും. പ്രാർത്ഥനയിൽ മുഖം വാടാത്ത ഒരമ്മയെ നമുക്ക് കാണുവാൻ സാധിക്കും. അതാണ് 1 ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ പറയുന്നു. ഒരു വിശ്വാസത്തോടെ പറയുകയാണ്, അടിയനിൽ തൃക്കൺ പാർക്കണമേ, അടിയനിൽ തൃക്കൺ പാർക്കണമേ. അതാണ് വിശ്വാസം, അതാണ് വിശ്വാസം. അബ്രഹാമിന്റെ വിശ്വാസവും അതായിരുന്നു, ഈ അന്നയുടെ വിശ്വാസവും അതായിരുന്നു. അടിയനിൽ അങ്ങ് തൃക്കൺ പാർക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമായിരുന്നു ആ അന്നയുടെ ജീവിത പശ്ചാത്തലത്തിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. മുഖം വാടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. നമ്മൾ ചിലപ്പോൾ ചില മനുഷ്യരോടൊക്കെ ചോദിക്കുമല്ലോ, നിങ്ങളുടെ മുഖം എന്താണ് വാടിയിരിക്കുന്നത്? ചില മനുഷ്യരുണ്ട്, എന്താ എങ്ങനെയൊക്കെ ആയാലും ചിരിക്കത്തില്ല, അവരുടെ മുഖം എങ്ങനെ തന്നെ ഇരിക്കും, വളരെ ഇങ്ങനെ ഗൗരവഭാവത്തിലിരിക്കും. നമ്മൾ ചിലപ്പോൾ വീട്ടിൽ ചോദിക്കും, അല്ല കുഞ്ഞുങ്ങളോട് ചോദിക്കും, നിന്റെ മുഖത്തെന്തോ അടി ഇങ്ങനെ ഇരിക്കുന്നത്, നീ മൂദേവി കയറിയിരിക്കുകയാണോ ചോദിക്കും. ഞങ്ങളുടെ നാട്ടിൻപുറത്തൊക്കെ ചോദിക്കും. ഈ സന്ധ്യ ആയി കഴിഞ്ഞാൽ പെൺകുട്ടികളും ഒക്കെ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരുന്നാൽ അമ്മമാർ ചിലപ്പോൾ ചോദിക്കുന്നത് കേട്ടിട്ടുണ്ട്, നീ എന്തോ അടി ഇങ്ങനെ ഇരിക്കുന്നേ, ഈ സന്ധ്യക്ക് എന്തോ നീ ഇങ്ങനെ ഇരിക്കുന്നത്, നിന്റെ മുഖം ഇങ്ങനെ വീർപ്പിച്ച് കേട്ട് നീ എന്തോ മൂദേവി ആയിട്ടിരിക്കുകയാണോ ചോദിക്കും. മുഖം വാടുവാൻ തക്കവണ്ണം സാധ്യമാകരുത്. പ്രത്യേകിച്ച് ദൈവസന്നിധിയിൽ നിന്റെ മുഖം വാടുവാൻ തക്കവണ്ണം സാധ്യമാകരുത്. നീ ചിരിച്ച മുഖത്തോടുകൂടി
ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. നിന്റെ നേർച്ചകളെ പരിഭവങ്ങളില്ലാതെ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാൻ തക്കവണ്ണം സാധ്യമാകണം. അങ്ങനെയുള്ള ഒരു പ്രത്യാശയോടുകൂടിയാണ് തന്റെ ജീവിതത്തിലേക്ക്, തന്റെ ഭവനത്തിലേക്ക് അവൾ ദേവാലയത്തിൽ നിന്ന് തിരിച്ചു പോകുന്നത്. അടിയനിൽ നീ തൃക്കൺ പാർക്കുമെന്നുള്ള ഉറച്ച വിശ്വാസമുണ്ട്. ഒരിക്കൽ എൻ്റെ അമ്മ രാത്രിയിൽ, ഞാനൊരു 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്താണ്, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് ഞാൻ കണ്ടു. അപ്പം ഞാൻ എൻ്റെ അമ്മയോട് ചോദിച്ചു, അമ്മ എന്തിനാണ് ഈ രാത്രിയിലിരുന്ന് കരയുന്നത്? അമ്മ അന്ന് എനിക്ക് മറുപടി ഒന്നും തന്നില്ല. അമ്മ എന്നൊരു ചെറു പുഞ്ചിരിയോടുകൂടി അമ്മ അത് വിട്ടു. ഞാനും അത് പറഞ്ഞു. ഞാൻ എൻ്റെ പൗരോഹിത്യത്തിൻ്റെ ശുശ്രൂഷ കഴിഞ്ഞ് കാപ്പായി കേട്ട് ഈ ദേവാലയത്തിൻ്റെ പടിയിൽ താഴെ നിൽക്കുമ്പോൾ എൻ്റെ അമ്മ ഓടി വന്ന് എന്നെ കെട്ടിപ്പിടിച്ചു. എന്നിട്ട് എൻ്റെ അമ്മ എന്നോട് പറഞ്ഞത്, മോനെ, അന്ന് ഈ അമ്മയോട് മോൻ ചോദിച്ചില്ലേ അമ്മ എന്തിനാണ് കരഞ്ഞത് എന്ന്? അന്ന് അമ്മ കരഞ്ഞത് ഇന്ന് ഈ എൻ്റെ മോൻ ഇങ്ങനെ നിൽക്കുന്ന വലിയ ഒരു കാഴ്ച കാണുവാൻ വേണ്ടിയാണ്. ദൈവസന്നിധിയിൽ മുഖം മാടാതെ നമ്മുടെ മാതാപിതാക്കന്മാർ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ മാത്രമല്ല, ചിലപ്പോൾ ആൻഡ്രൂസ് അച്ഛൻ്റെയും ലിജോ അച്ഛൻ്റെയും ഒക്കെ ജീവിതത്തിൽ അവർ ഈ ദേവാലയത്തിൽ ഇവിടെ ഇരിക്കുമ്പോൾ അവരുടെ മാതാപിതാക്കന്മാർ, നിങ്ങൾ ഈ ദേവാലയത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ മാതാപിതാക്കന്മാർ മുഖം വാടാതെ ദൈവസന്നിധിയിൽ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച അനേകം നിമിഷങ്ങളുണ്ടാവും. നിങ്ങളിപ്പോൾ ഈ ദേവാലയത്തിന്റെ അകത്തളത്തിൽ മുഖം വാടാതെ ഇരുന്ന് പ്രാർത്ഥിക്കുന്നത് ചിലപ്പോൾ നിങ്ങളെ ഓർത്ത് മാത്രമാകണമെന്നില്ല, പിന്നെ നിങ്ങളുടെയോ തലമുറകളെ ഓർത്തുകൂടിയായിരിക്കണം, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൂടിയായിരിക്കണം. ദൈവസന്നിധിയിൽ മുഖം വാടാതെ പ്രാർത്ഥിക്കുവാൻ തക്കവണ്ണം സാധ്യമാക്കണം. ജീവിതത്തിൽ ചില വേദനകളിലൂടെ, പ്രതിസന്ധികളിലൂടെ, നൊമ്പരങ്ങളിലൂടെ, മറ്റുള്ളവർ തള്ളപ്പെട്ട അവസ്ഥകളിലൂടെയൊക്കെ കടന്നു പോയിട്ടില്ലേ? ഉണ്ടോ? ഉണ്ട്. അവിടെയൊക്കെ തള്ളിക്കളയാതെ ചേർത്തു പിടിച്ച ഒരു ദൈവമുണ്ട്. ചില പട്ടിണിയുടെ നടുവിലൂടെ കടന്നു പോയിട്ടില്ലേ? ചില പ്രയാസങ്ങളുടെ നടുവിലൂടെ കടന്നു പോയിട്ടില്ലേ? നാളെ എന്താകുമെന്ന് ചിന്തിച്ചു നിന്ന ചില നിമിഷങ്ങളില്ലേ? അല്ലേ? അവിടെയൊക്കെ നമ്മളെ തളർത്താതെ നമ്മളെ ചേർത്ത് പിടിച്ച ദൈവത്തിന്റെ വലിയൊരു കരമുണ്ട്. ആ ദൈവത്തിന്റെ കരമുണ്ട് എന്ന് ഉറച്ചു വിശ്വസിച്ചെങ്കിൽ വാടാത്ത മുഖത്തോടുകൂടി ദൈവസന്നിധിയിൽ പ്രാർത്ഥനയ്ക്കായി ഒരുങ്ങുവാൻ, നിൽക്കുവാൻ തക്കോണം സാധ്യമാക്കണം. അന്ന ദേവാലയത്തിൽ നിന്ന് ഭവനത്തിലേക്ക് പോയപ്പോൾ അവൾ അടിയുറച്ചൊരു വിശ്വാസം ദൈവസന്നിധിയിൽ പരമേൽപ്പിച്ച, ആ പ്രാർത്ഥന ദൈവസന്നിധിയിൽ പരമേൽപ്പിച്ച പൂർണ്ണമായ വിശ്വാസത്തോടുകൂടി അവൾ ആ ദേവാലയത്തിന്റെ അകത്തളത്തിൽ നിന്ന് പോയത്, ദൈവമേ, അടിയനിൽ തൃക്കൺ പാർക്കണമേ. നിങ്ങൾ അനേകം പ്രയാസങ്ങളും അനേകം നൊമ്പരങ്ങളും അനേകം വേദനകളുമായിട്ടാണ് ഇന്ന് ഈ ദേവാലയത്തിലേക്ക് നിങ്ങൾ കടന്നു വന്നിരിക്കുന്നത്. നിങ്ങൾ അങ്ങനെയാണ് ഇന്ന് ഈ ദേവാലയത്തിലേക്ക് കടന്നു വന്നിരിക്കുന്നുവെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ നൊമ്പരങ്ങളുണ്ടെങ്കിൽ, ആ അന്ന പറഞ്ഞിട്ട് ദേവാലയത്തിൽ നിന്ന് ഭവനത്തിലേക്ക് പോയതുപോലെ അടിയന്റെ പ്രാർത്ഥന കേൾക്കണമേ, അടിയൻ ഈ ദേവാലയത്തിനകത്തളത്തിൽ സമർപ്പിച്ച കണ്ണുനീരിനെ കൈക്കൊള്ളണമേ, അടിയന്റെ പ്രാർത്ഥനകൾ മാനിക്കണമേ എന്നുള്ള ഉറച്ച വിശ്വാസത്തോടുകൂടി ദേവാലയത്തിൽ നിന്ന് നിങ്ങൾ ഇന്ന് ഈ ധ്യാനം കഴിഞ്ഞ, നമസ്കാരം കഴിഞ്ഞ ഭവനത്തിലേക്ക് പോകുവാൻ തക്കോണം സാധ്യമാകണം. അതാണ് വിശ്വാസം. അബ്രഹാമിന്റെ ജീവിത പശ്ചാത്തലത്തിൽ ഓർമ്മിപ്പിച്ചതും അത് തന്നെയാണ്, കണ്ടതും അത് തന്നെയാണ്. അപ്പന്റെ കൈ പിടിച്ച് ആ ബാലൻ നടന്നു പോകുമ്പോൾ ഈ
മകൻ അപ്പനോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പാ ബലിയർപ്പിക്കുവാനുള്ള ആട് എവിടെ? അപ്പാ ബലിയർപ്പിക്കുവാനുള്ള ആടെവിടെ? ചിലപ്പോൾ ആ അപ്പന്റെ നെഞ്ച് പിടയുന്നുണ്ടാകും. ഈ മകനോട് എന്ത് മറുപടി പറയും? ഇവൻ എന്താണ് ഇങ്ങനെ ചോദിച്ചു കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. എങ്കിലും തന്റെ ഏകജാതനായ പുത്രനെ ബലിയർപ്പിക്കുവാൻ വേണ്ടി വിശ്വാസത്തോടെ തന്റെ മകന്റെ കരം പിടിച്ചുകൊണ്ട് ആ പിതാവ് പോവുകയാണ്. അവിടെ ബലിയർപ്പിക്കുവാനുള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ കരുതേണ്ടവയെ ആര് കരുതി? ദൈവം കരുതി. കരുതേണ്ടവയ കോലാട്ടുംകുട്ടിയെ ആര് കരുതി? ദൈവം കരുതി. ഇതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, വിശ്വാസികളുടെ പിതാവെന്ന് അബ്രഹാമിന് ദൈവം വലിയൊരു നാമം കൊടുത്തത്. ഈ അന്നയുടെ പ്രാർത്ഥന ദൈവം കേട്ടതും അതുകൊണ്ട് തന്നെയാണ്. രോഗങ്ങളോ പ്രതിസന്ധികളോ നൊമ്പരങ്ങളോ ആദികളോ ഏതു തന്നെയായാൽ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ദൈവം തരുമ്പോൾ എൻ്റെ ദൈവം അത് മാറ്റിക്കൊള്ളുമെന്നുള്ള യാഥാർത്ഥ്യത്തെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമ്മുടെ ജീവിതത്തിൽ സാധ്യമാക്കണം. അവിടെയാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ആഴം. അവിടെയാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ആഴം. അവിടെയാണ് മുഖം വാടാതെ ദൈവസന്നിധിയിൽ നമുക്ക് നിൽക്കുവാൻ തക്കവണ്ണം സാധ്യമാകുന്നത്. എനിക്ക് അറിയാവുന്ന ഒരു കുടുംബം, ആ കുടുംബത്തിൽ ആ മകൾ വിദേശത്താണ്. ആ കുഞ്ഞിന് ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലേക്ക് പോകുവാൻ അതിൻ്റെ ക്രമീകരണങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞപ്പോൾ ഈ കുഞ്ഞിൻ്റെ പാസ്പോർട്ട് എവിടെയോ കാണാതെയായി. ഈ കുഞ്ഞിൻ്റെ പാസ്പോർട്ട് എവിടെ കാണാതായി. അതിൻ്റെ അപ്പനും അമ്മയും ഓടി ദേവാലയത്തിൽ വന്നു. ഞാൻ പറഞ്ഞു, നിങ്ങൾ സഹതായുടെ മധ്യസ്ഥയിൽ അഭയപ്പെട്ടുകൊണ്ട് നിങ്ങൾ ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു. അവര് പള്ളിയിൽ നേർച്ച നേർന്ന് 7 വെള്ളിയാഴ്ച ഉപവാസമെടുത്ത് അവർ പ്രാർത്ഥിച്ചു. 7 വെള്ളിയാഴ്ച ഉപവാസത്തോടെ അവർ പ്രാർത്ഥിച്ചു. 3 ആഴ്ച കഴിഞ്ഞപ്പോൾ എംബസിയിൽ നിന്ന് അവർക്ക് വിളി ചെന്നു, ആ കുഞ്ഞിൻ്റെ പാസ്പോർട്ട് അഡ്രസ്സ് മാറി വേറെ ഒരാളുടെ കയ്യിൽ കിട്ടിയെന്ന്. പാസ്പോർട്ടില്ലാതെ നാട്ടിലോട്ട് പോലും ആ കുഞ്ഞിന് വരാൻ സാധ്യമാകില്ല. ഞാൻ പറഞ്ഞത്, ചില പ്രതിസന്ധികളുടെ നടുവിലൊക്കെ, ചില നൊമ്പരങ്ങളുടെ നടുവിൽ, ചില വേദനകളുടെ നടുവിൽ, ചില രോഗങ്ങളുടെ നടുവിൽ ചിലപ്പോഴെങ്കിലും ദൈവം നമ്മളെ കാത്തു സൂക്ഷിക്കും. മധ്യസ്ഥന്മാരായി സഹത പരിശുദ്ധന്മാർ ഇവരൊക്കെ നിൽക്കുന്നത് കണ്ണുനീരോടെ നമ്മൾ പ്രാർത്ഥനകൾ അർപ്പിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകളെ മാനിക്കുവാൻ വേണ്ടിയാണ്. നിങ്ങൾ ഈ ദേവാലയത്തിൽ ഇന്ന് കടന്നു വന്നിരിക്കുന്നതും നിങ്ങൾ മുഖമാടാതെ ഈ ദേവാലയത്തിൽ ഇരുന്ന് നിങ്ങളുടെ കണ്ണുനീർ സമർപ്പിച്ച നിങ്ങളുടെ ഏതാവശ്യമായ സഹതായുടെ മധ്യസ്ഥയിൽ സമർപ്പിച്ച് മുഖം മാടാതെ പ്രാർത്ഥിച്ച് അന്ന പറഞ്ഞിട്ട് പോയതുപോലെ അടിയനിൽ തൃക്കൺ പാർക്കണമേ എന്നുള്ള പ്രാർത്ഥനയുമായി ഈ ദേവാലയത്തിൽ നിന്ന് പോകുവാൻ തക്കവണ്ണം സാധ്യമാകണം. അതാണ് നമ്മുടെ വിശ്വാസം. അതാണ് നമ്മുടെ വിശ്വാസം. ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തിക്കൊള്ളാം. അന്നയുടെ ജീവിതത്തിൽ 5ാമതായി കാണുവാൻ സാധിക്കുന്നത്, മറുപടി ലഭിക്കുന്നവരെ അവൾ പ്രാർത്ഥിച്ചു. ദൈവസന്നിധിയിൽ നിന്ന് മറുപടി കിട്ടുന്നതുവരെ അവൾ പ്രാർത്ഥിച്ചു എന്നുള്ളതാണ്. എല്ലാവരും അവളെ തള്ളിപ്പറഞ്ഞു. പുരോഹിതൻ പോലും അവളോട് ചോദിക്കുന്നുണ്ട്, നീ ലക്ക് കെട്ടിട്ടാണോ ഈ പള്ളിയിൽ ദേവാലയത്തിൽ നിന്ന് ഇത്രയേറെ നിലവിളിക്കുന്നത് എന്ന്. മറുപടി ലഭിക്കുന്നത് വരെ അന്ന ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു. പ്രാർത്ഥിക്കാമോ? 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 ഈ കൈയൊന്ന് നെഞ്ചത്തോട്ട് വെച്ചേ. എൻ്റെ ദൈവമേ, കണ്ണുനീരോടെ
മറുപടി കിട്ടുന്നത് വരെ ഞാൻ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കും. പറഞ്ഞേ, ദൈവമേ, മറുപടി കിട്ടുന്നത് വരെ ദൈവസന്നിധിയിൽ കണ്ണുനീരോടെ ഞാൻ പ്രാർത്ഥിക്കും. പലരും തള്ളിപ്പറഞ്ഞിരിക്കും. ചിലരൊക്കെ ചോദിക്കും, ഇവളങ്ങ് അല്ലെങ്കിൽ ഇവനങ്ങ് ദേവാലയത്തിലാണോ എന്ന് ചോദിക്കും. ഇവൻ എപ്പോഴും പ്രാർത്ഥനയുള്ളോ എന്ന് ചോദിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞോട്ടെ, അങ്ങനെയൊക്കെ തള്ളിക്കോട്ടെ, അങ്ങനെയൊക്കെ നമ്മളെ പുച്ഛിച്ചോട്ടെ, അങ്ങനെയൊക്കെ നമ്മളെ പരിഹസിച്ചോട്ടെ. പക്ഷേ ജീവിത യാഥാർത്ഥ്യത്തിൽ മറുപടി കിട്ടുന്നതുവരെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തക്കോണം സാധ്യമാകണം. ദൈവം തരുന്നത് വരെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തക്കോണം സാധ്യമാകണം. അന്ന ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ചു. അന്നയ്ക്ക് സുന്ദരനായൊരു മകനെ ആര് കൊടുത്തു? ദൈവം കൊടുത്തു. അന്നയ്ക്ക് സുന്ദരനായൊരു മകനെ ദൈവം കൊടുത്തു. ആ അമ്മയുടെ കരഞ്ഞ് ദൈവസന്നിധിയിലുള്ള പ്രാർത്ഥന, ദൈവസന്നിധിയിൽ ആ അമ്മയുടെ കണ്ണുനീരോടുകൂടിയുള്ള പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിലും ദൈവം തരുന്നതുവരെ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തക്കോണം സാധ്യമാക്കണം. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. അപ്പനും അമ്മയും വീടും ധനങ്ങളും വസ്തു സുഖങ്ങളും കർത്താവത്രേ. പൈതൽ പ്രായം മുതൽ കിന്നേവാരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. പൈതൽ പ്രായം മുതൽ ഇന്നേവാരെ എന്നെ പോറ്റി പുലർത്തിയ ദൈവം മതി. ജീവിതത്തിൽ ഉറച്ചു പറയുവാൻ തക്കോണം സാധ്യമാകട്ടെ. ദൈവമേ, ഞാൻ മടുത്തു പോകാതെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കും. നീ എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആവശ്യങ്ങൾ നിറവേറ്റി തരുന്നത് വരെ ഞാൻ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിക്കും. അന്ന അവളുടെ ജീവിതത്തിൽ ആ പ്രാർത്ഥനയുടെ ഫലം നേടി അവൾക്ക് ദൈവം ഒരു കുഞ്ഞിനെ നൽകി. ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കിയാണ്. അന്നയുടെ ജീവിത പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണല്ലോ നമ്മൾ ഈ പകൽ അല്പസമയം ചിന്തിച്ചത്. ഒന്നാമത്, മടുത്തു പോകാതെ പ്രാർത്ഥിക്കുവാൻ തക്കോണം സാധ്യമാകണം. ആലയത്തിൽ നിന്ന് നീ മാറി നിൽക്കാതെ നിന്റെ ആലയത്തിൽ നിന്റെ കണ്ണുനീരുകളെ സമർപ്പിക്കുവാൻ തക്കോണം സാധ്യമാകണം. നീ കരഞ്ഞ് പെറുപെറുക്കലുകളില്ലാതെ കരഞ്ഞു പ്രാർത്ഥിക്കുവാൻ തക്കോണം സാധ്യമാകണം. നീ മുഖം വാടാതെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ തക്കോണം സാധ്യമാകണം. 5, മറുപടി ലഭിക്കുന്നത് വരെ നീ നിന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ തുടരുവാൻ തക്കോണം സാധ്യമാകണം. ഇപ്രകാരം അന്നയുടെ ജീവിതത്തിൽ തൻ്റെ ജീവിതത്തെ ഇപ്രകാരം ക്രമീകരിച്ച ആ അമ്മ പ്രാർത്ഥിച്ചപ്പോൾ അവളുടെ ജീവിത യാഥാർത്ഥ്യത്തിൽ അവൾ ആഗ്രഹിച്ചത് ലഭിച്ചു എന്നുള്ളതാണ്. നിങ്ങൾ പതറാതെ കണ്ണുനീരോടെ നെടുവീർപ്പോടെ ദൈവസന്നിധിയിൽ കരഞ്ഞു പ്രാർത്ഥിച്ച് നിങ്ങളുടെ ആവശ്യങ്ങളെ നേടുവാൻ തക്കോണം സാധ്യമാക്കട്ടെ. വിളിച്ചാൽ വിളിപ്പുറത്തുള്ളവനാണ് സഹത. നിങ്ങളുടെ നൊമ്പരപ്പാടുകളിൽ കൂടെയുള്ളവനാണ്. നിങ്ങളുടെ കണ്ണുനീരിനെ ഒപ്പുവാൻ സാധ്യമാകുന്ന സഹത. ആ സഹതായുടെ മധ്യസ്ഥത ഏറെ നമുക്ക് ബലപ്പെടട്ടെ. ആ സഹതായുടെ മധ്യസ്ഥതയോട് ഏറെ ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തിൽ നിന്ന് അനേകം അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കുവാൻ തക്കോണം സാധ്യമാകട്ടെ. എന്നീ ദേവാലയത്തിൽ നിങ്ങൾ നിൽക്കുന്നുവെങ്കിൽ അപ്രകാരം അന്നയെപ്പോലെ ഉറച്ച വിശ്വാസത്തോടെ, ദൃഢതയോടെ, ദൃഢവിശ്വാസത്തോടെ മടുത്തു പോകാതെ പ്രാർത്ഥിച്ച് നിങ്ങളുടെ ജീവിതാവശ്യങ്ങൾ, നിങ്ങളുടെ ജീവിതത്തിലെ ആഗ്രഹങ്ങൾ നേടുവാൻ തക്കോണം സാധ്യമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ.